നിതിൻ, നേമത്താവട്ടെ, ഒരു നിമിഷം, നേമത്താവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺസ്റ്റിറ്റ്യൂൻസിലാവട്ടെ, ഇപ്പൊ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും SDPIക്ക് സ്ഥാനാർത്ഥികൾ. ഒരു നിമിഷം നിതിൻ, അല്ല ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്. അല്ല, അത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും നേമത്തും ഒന്നും SDPIക്ക് സ്ഥാനാർത്ഥിയില്ല. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്ക് അത്യാവശ്യം വോട്ടുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ അവർ LDF വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇവർ വർഗീയവാദികളാണ്, നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമോ CPM? അല്ല അജിംസെ, നിങ്ങളത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മനുഷ്യൻ വോട്ട് ചെയ്യുന്നത് SDPIയുടെയോ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ ഒരു വ്യക്തിയാണ് വോട്ട് ചെയ്യുന്നത്. BJPയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തോൽപ്പിക്കാൻ ഏതെങ്കിലും ഒരാൾ വോട്ട് ചെയ്താൽ നമുക്കറിയാൻ പറ്റുമോ? എന്നാൽ അതേസമയം BJPയും SDPIയും ഒക്കെയായി ജയിക്കുന്നവരുടെ വോട്ടുകൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്ഥാനാർത്ഥി രാഷ്ട്രീയ കക്ഷി രേഖപ്പെടുത്തിയാണ് ജയിക്കുന്നത്. ആ ജയിച്ചു വന്ന വോട്ട് വാങ്ങുന്ന ചരിത്രം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചയാള് പിറ്റേ ദിവസം BJP ആവുന്ന ചരിത്രമുണ്ട്. ഇപ്പോഴും നമ്മുടെ രാജ്യത്തിനകത്ത് സമീപകാലത്ത് നടന്ന രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MPമാർ കൂട്ടത്തോടുകൂടി BJPക്ക് വോട്ട് ചെയ്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാമുള്ള കാലത്ത് നിന്നിട്ടാണ് തൗഫീഖ് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ജമാഅത്തെ ഇസ്ലാമിയോടും RSSനോടും ഇല്ലാമുള്ള നിലപാട്, നിങ്ങളുടെ നിലപാട് എന്താണ്? ഇപ്പോ തൗഫീഖ് തന്നെ അവിടെ പറഞ്ഞ എന്താ? ജമാഅത്തെ ഇസ്ലാമി തിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ കോൺഗ്രസിന്റെ നേതാവ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴല്ലേ ഭരണഘടനാപരമായി നമ്മുടെ മൂല്യങ്ങൾക്ക് നിരക്കാത്ത അതിനെതിരെ മറുപടി അഫിഡവിറ്റ് കൊടുത്ത് ചർച്ച ചെയ്ത് പ്രേക്ഷകർക്ക് മറ്റൊരു കാര്യമാണ്. തൗഫീഖ് ബഹളം വെക്കില്ല പ്ലീസ്. ശരി, തൗഫീഖ് ബഹളം വെക്കില്ല പ്ലീസ്. ശരി, ശ്രീ നിതിൻ കണിച്ചേരി, ഈ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞ് ചെന്നിത്തലയുടെ പോലീസ് അഫിഡവിറ്റ് കൊടുത്തപ്പോൾ ആ അഫിഡവിറ്റ് തിരുത്തിയത് നിങ്ങളുടെ സർക്കാർ വന്നപ്പോഴാണ് തിരുത്തിയത്. ഇല്ല, അല്ല, അങ്ങനെയല്ല, തെറ്റാണ് ജിംസ്, അത് തെറ്റാണ്. നിങ്ങൾ ഇത്തരം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു പോകരുത്. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഒരു ഗവൺമെന്റും തിരുത്തിയിട്ടില്ല. അത് നിങ്ങൾ ഇപ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നു. ഇനി തൗഫീഖ് പറഞ്ഞ ഒരു കാര്യം, തൗഫീഖ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ശബരിമലയൊക്കെ അദ്ദേഹം ചർച്ചയിലൊന്ന് കൊണ്ടുവരാൻ വേണ്ടി നോക്കി. ശബരിമല കൊണ്ടുവരുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല തൗഫീഖെ. സ്വർണം കട്ടവനും വിറ്റവനും വിറ്റ് തിന്നവനും സ്വർണം ഉരുക്കിയവനും ഒക്കെ ഈ രാജ്യത്തിനകത്ത് ഒരാളുടെ കൂടെയുള്ള ചിത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ആ ചിത്രം സോണിയാഗാന്ധിയുടെ ചിത്രമാണ്. സമീപത്ത് നിൽക്കുന്നത് UDFന്റെ കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശാണ്. ജയിലിൽ കിടന്ന് നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പാർട്ടി നേതാക്കളൊക്കെ ആണെന്നുള്ളത് അതുകൂടി ഓർത്തിരിക്കണം. ഞാൻ ആ വിഷയം നമ്മുടെ വിഷയമല്ല, ഞാനിലേക്ക് വരാം. ശ്രീ P. അബ്ദുൽ ഹമീദ്, നിങ്ങൾ പരസ്പരം വേണം വെക്കല്ലേ പ്ലീസ്. ഞാൻ തൗഫീഖിലേക്ക്